ശരിക്കും ബ്രോഡ്വേ തന്നെ, പക്ഷെ ഒരു സെൻട്രലൈസ്ഡ് AC പിടിപ്പിച്ച പോലെ. പിന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകൾ പുറത്തുനിന്ന് മാത്രമല്ല, ഈ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് ഈ ഡൽഹി അല്ലെങ്കിൽ ഹരിയാന ഭാഗത്തു നിന്നുള്ളവരാണ് കൂടുതൽ ഇവിടെ എത്തിപ്പെടുന്നത്. അതെ, അത് ഇൻബൗണ്ട് മാത്രമല്ല ഔട്ട്ബൗണ്ട് എന്ന് പറയുമ്പോൾ ഫോറിനേഴ്സും നമ്മൾ കുറെ പേരെ കണ്ടു ഇവിടെ. പിന്നെ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ് കൂടുതലാണ്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കോസ്റ്റ് എസ്കലേഷൻ ഉണ്ടാകും. കൂടാതെ ഫുഡൊക്കെ ആണെങ്കിലും ഇത്തിരി കത്തിയാണ്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ ആളെ കണ്ടാണ് അവർ വില ഇടുന്നത്. പക്ഷെ ഇവിടെ ബ്രാൻഡഡ് ഷോറൂംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഈ ചെറിയ ഏരിയ ആണെങ്കിൽ പോലും. അതെ, അത് ശരിയാ. പിന്നെ ഓരോ സ്ഥലത്ത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ബിൽഡിംഗ് കാണാം, നല്ല രസമുണ്ട് അല്ലേ അതൊക്കെ കാണാനായിട്ട്. ഇതെനിക്ക് തോന്നുന്നത് ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി, അതായത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകം പണിത ഒരു ഏരിയ പോലെ ഒരു ഫീൽ ഉണ്ട് അല്ലേ? ആ ഒരു ഫീൽ ഉണ്ട്, ശരിയായിട്ട്. എനിക്ക് കയറി വന്നപ്പോൾ ആദ്യം അതായിരുന്നു ആരും. അതായത് നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ നടക്കുന്നത്, പക്ഷേ ബ്രോഡ്വേ നടക്കുന്ന പോലെ ബ്രോഡ്വേയിലെ പാത്തൊക്കെ വളരെ നേരം അല്ലേ, ഇവിടെ കുറച്ചും കൂടി വിശാലമായിട്ട് കണ്ട. പക്ഷേ വണ്ടികളൊന്നും അധികം അങ്ങോട്ട് കിടത്തി വിടുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, ഈ ടൈം ഈ ക്രൗഡ് മൊത്തത്തിൽ ലൈറ്റിംഗ് ആംബിയൻസും എല്ലാ ഷോപ്പും അതിനിടയിൽ 1-2 ഷോപ്പ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടുള്ളൂ. അതെ, പിന്നെ കൂടുതലും കപ്പിൾസ് ആണ് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു, ഡൽഹിയിൽ നിന്നും ഹരിയാന, ഹിമാചൽ പ്രദേശ് ആ ഭാഗത്തുനിന്ന്. ഇത് നല്ലൊരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേട്ടോ. പല ഹോം സ്റ്റേസ്, റിസോർട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വൈബിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നല്ല ആംബിയൻസും നല്ല ഫുഡും മൊത്തത്തിൽ അടിപൊളി കുറെ ഹോം സ്റ്റേസ്, റിസോർട്ട്സ് കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്നവർക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ഏപ്രിൽ മാസം ആയതുകൊണ്ട് ഇവിടെ ഇന്ന് മഞ്ഞില്ല. മഞ്ഞ് കാണാൻ നമ്മൾ കുറേ കൂടെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകണം. ആ സമയം ഡിസംബർ മാസമൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇതൊക്കെ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്നവർ പറഞ്ഞത് അല്ലേ. നമുക്ക് പോകണ്ടേ ഒരു ദിവസം ആ ഒരു സമയത്തൊക്കെ. അതെ, നമുക്ക് ശരിക്കും ഒന്ന് പോകണം. അല്ല, ആ സമയത്ത് ഈ ടൗണൊക്കെ മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ആലോചിക്കും. പിന്നെ ഇപ്പൊ തന്നെ നല്ല തണുപ്പ് സഹിക്കാൻ പറ്റാത്തത് നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ. അപ്പൊ ഇനി മഞ്ഞും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്വെറ്റർ എന്തെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴും കരുതണം. ഒന്നും അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാം, പക്ഷെ പോകുന്ന വഴിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വെറ്റർ ഒന്നും കയ്യിലില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം അത്രയും നമ്മളെ കൊച്ചു പിടിക്കുന്ന തണുപ്പാണ് അവിടെയുള്ളത്. അങ്ങനെ നമ്മൾ മണാലിയുടെ ആ വശങ്ങളൊക്കെ കടന്ന് ഇങ്ങേ അറ്റം വരെ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് തിരിച്ചു പോകാം, തിരിച്ച് ആ കാഴ്ചകളൊക്കെ കാണാം. അവിടെ കുറെ ഗവൺമെന്റ് ഓഫീസസും പിന്നെ ഹോസ്റ്റലുകൾ അങ്ങനെയുള്ളതെല്ലാം ഈ ഭാഗത്തുണ്ട് കേട്ടോ. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച നമുക്ക് എല്ലാത്തിനും അവൈലബിലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതെ, പക്ഷേ ഇതൊന്നും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിർമ്മിച്ചതല്ല. കാരണം ടൗണിന്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. എങ്കിലും പക്ഷേ അതിലൂടെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ നല്ല ഒരു വൈബാണ് അല്ലേ. പ്രത്യേകിച്ച് ഈ ക്രൗഡ് ഉണ്ടെങ്കിൽ തന്നെ. ഇപ്പൊ നമ്മൾ ഈ പൂരപ്പറമ്പുകൾ കണ്ടു, തൃശ്ശൂർ പൂരമൊക്കെ, അവിടെ ക്രൗഡാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ. അതേപോലെ തന്നെ നമ്മൾ ഈ ന്യൂ ഇയറിന് കൊച്ചിയിൽ കൊച്ചി പോകുമ്പോഴും ആ ക്രൗഡാണ് ഒരു ഭയങ്കര അട്രാക്ഷൻ. അതേപോലെ തന്നെ മണാലിയിൽ ചില ഈ സമയത്തൊക്കെ പോകുമ്പോഴും രാത്രിയാണെങ്കിലും അവിടെ ക്രൗഡ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും ഹോട്ടൽ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഗീസറുള്ള റൂംസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ ഭയങ്കര കഷ്ടപ്പെടും, ഭയങ്കര തണുത്ത വെള്ളമായതുകൊണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മിക്ക ഹോട്ടലുകളിൽ കണ്ടതിനകത്ത് ഹീറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നോക്കുമ്പോൾ ഗീസർ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കുക. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലോ അല്ലെങ്കിൽ നമ്മൾ കാശ്മീരിലൊക്കെ പോകുമ്പോൾ ഗീസർ ഉള്ളത് നോക്കി വേണം നമ്മൾ. അതേപോലെ ഇവിടെ നമുക്ക് ബൈക്സും കാസും ഒക്കെ റെന്റലുണ്ട് കേട്ടോ. കാര്യത്തിന് വെയിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ബസ്സിന് വന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് വണ്ടികൾ യൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ റെന്റൽസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് മഞ്ഞുള്ള ഭാഗത്തേക്ക് പോകുവാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് പോകണം. പ്രത്യേകിച്ച് നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ആ ഒരു റൈഡിങ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് സ്ലിപ്പായി പോകാനായിട്ട്. നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. വണ്ടിയുടെ ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല പ്രൈസാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്. യാത്ര അവസാനിക്കുന്നില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ബൈ.